ഡൽഹിയിൽ CBCI ആസ്ഥാനത്ത് അതുപോലെ തന്നെ ഈ ജാമ്യം CBCIയുടെ ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച ഞങ്ങളോട് ഒത്തു പ്രവർത്തിച്ച പ്രതികരണം കാണാം. സെൻട്രൽ ഗവൺമെന്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ നിങ്ങൾ ചാനലുകാർ, നിങ്ങളെ അഡ്വക്കേസി നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങൾ അതേപ്പറ്റി പേരെടുത്ത് പറയാനായിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചതെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബെയിൽ എന്ന് പറയുന്നത് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിലിമിനറി സ്റ്റേജിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ചാർജ് നിലനിൽക്കുകയാണ്, കേസ് നിലനിൽക്കുകയാണ്. BNS-ലെ 143 പോലുള്ള ശക്തമായ വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നിരപരാധികളാണെന്ന് തോന്നുകയാണെങ്കിൽ സർക്കാർ അത് അടിയന്തരമായി വിഡ്രോ ചെയ്യേണ്ടതില്ല. അതിനെപ്പറ്റി ഞങ്ങൾ വീണ്ടും അന്വേഷിച്ച് തീരുമാനങ്ങൾ എടുക്കണ്ടേ? കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം നിലനിൽക്കുകയാണ്. കാരണം കേസ് റദ്ദാക്കണം. കാരണം അവിടെ ഈ സിസ്റ്റേഴ്സിനെ, നിരപരാധികളായ സിസ്റ്റേഴ്സിനെ, ഒന്നിലും ഇടപെടാത്ത സിസ്റ്റേഴ്സിനെയാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. ആയതിനാൽ ഒരടിസ്ഥാനമില്ലാത്ത ഈ കാരണത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെന്നൊരു ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത്. അതിൽ ഡൽഹിയിൽ CBCI ആസ്ഥാനത്ത് CBCIയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടുള്ള മാത്യു കോയിക്കലാണ് മാധ്യമങ്ങളെ കണ്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ BJP സർക്കാരും നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിക്കാൻ വഴിവെച്ചത് എന്നാണ് CBCIയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ ഇപ്പോൾ ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്.